ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തട്ടിക്കൂട്ട് ദോശയാണ് കേട്ടോ. ഇതിന് ചട്നിയോ അങ്ങനത്തെ മറ്റേ ഈ സാമ്പാർ ചട്നി അങ്ങനത്തെ ഒരു കാര്യം ആവശ്യമില്ല. കറിയൊന്നും ഇല്ലാത്ത സമയത്ത്, അതേപോലെ നമ്മൾ മടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നല്ല വിശപ്പായിരിക്കും, പക്ഷെ ഭയങ്കര മടിയാണെങ്കിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും, ഉഴുന്നുമാവ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ദോശ നമ്മൾ പരത്തിയെടുക്കുക. അതിൽ കുറച്ച് ബട്ടർ ഇതാക്കുക. എന്നിട്ട് നമ്മുടെ പെരി പെരി സീസണിങ് പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് കുറച്ച് ചീസും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം നമുക്ക് റോൾ ചെയ്തിട്ടെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ദോശയ്ക്ക് ചട്നിയുടെയോ ഒരു കറിയുടെയോ ആവശ്യമില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെരി പെരി സീസണിങ് തന്നെ ധാരാളമാണ്. അപ്പൊ ഈ ചീസും ബട്ടറും ഒന്നും വീട്ടിലില്ലെങ്കിലും വിഷമിക്കേണ്ട, അവർക്ക് ഉണ്ടാക്കാം. നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനമൊന്നും അല്ലല്ലോ ഈ ചീസും ബട്ടറും ഒക്കെ. അപ്പൊ എന്ത് ചെയ്യും, ഈ ഉഴുന്നുമാവ് മാത്രം മതി. അതിൽ വെച്ചിട്ട് നമുക്ക് ദോശ ചുടാം. ഈ ഉഴുന്നുമാവ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ പച്ചരി ദോശ ഉണ്ടല്ലോ, അതിലും നമുക്ക് ചെയ്യാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ദോശ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് ആ ഓയിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പെരി പെരി സീസണിങ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് മാത്രം മതിയാകും, വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഞാനൊരു സത്യം പറയട്ടെ, നമുക്ക് ആ ചീസിന്റെ ഒന്നും ഒട്ടും ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് ചീസ് ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. പക്ഷെ ഈ സീസണിങ് മാത്രം മതി, ഈ പെരി പെരിയുടെ സീസണിങ് മാത്രം മതി. ഇതായിരുന്നു കിട്ടില്ല ടേസ്റ്റ് ആ ചീസിനെക്കാട്ടിയും. ചീസ് ഉണ്ട് എന്നുള്ള വലിയ എന്താ പറയാ, അതിന്റെ ആ ഒരു ടേസ്റ്റ് മുൻനിർത്തിയിട്ട് കാണുന്നില്ല. നമ്മുടെ ഈ പെരി പെരി സീസണിങ്ങിന്റെ ടേസ്റ്റ് ആയിരുന്നു നമുക്ക് ഈ ദോശയിലൂടെ കിട്ടിയത്. അതായിരുന്നു അതിന്റെ ടേസ്റ്റ് ഈ ദോശയുടെ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതേപോലത്തെ തട്ടിക്കൂട്ട് റെസിപ്പികൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.